നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്കും അവരുടെ തൊഴിൽദാതാക്കൾക്കും സന്തോഷം നൽകുന്ന തീരുമാനം കൈക്കൊണ്ട് സൗദി മന്ത്രിസഭാ യോഗം രംഗത്ത്. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ റെസിഡന്റ് പെർമിറ്റ് അഥവാ ഇഖാമ ഇനി 3 മാസത്തേക്ക് മാത്രമായി എടുക്കുകയോ പുതുക്കുകയോ ചെയ്യാൻ സാധിക്കുമെന്ന് അധികൃതർ. രാജ്യത്ത് ആദ്യമായി എത്തുന്ന തൊഴിലാളിക്ക് ആദ്യമായി ഇഖാമ എടുക്കുന്നതിനോ നിലവിലുള്ളയാൾക്ക് അത് പുതുക്കുന്നതിനോ 1 വർഷത്തേക്കുള്ള മുഴുവൻ ഫീസും അടയ്ക്കണം എന്നതായിരുന്നു പതിവ് രീതി. ആ നടപടിക്കാണ് സൗദി മന്ത്രിസഭ ഇപ്പോൾ മാറ്റം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് 1 വർഷം അടയ്ക്കേണ്ട തുക 4 തവണ അടച്ച് അത്രയും കാലയളവുകളിലേക്ക് മാത്രമായി എടുക്കുകയോ പുതുക്കുകയോ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇഖാമ ഫീസും ലെവിയും ആരോഗ്യ ഇൻഷുറൻസും അടക്കം 12,000-ഓളം റിയാലാണ് 1 വർഷത്തേക്ക് മാത്രമായി വേണ്ടിവരുന്നത്. അത് ഇനി 4 ഗഡുക്കളായി അടയ്ക്കാൻ കഴിയുന്നത് പ്രവാസികൾക്കും അവരുടെ തൊഴിലുടമകൾക്കും ആശ്വാസമായി മാറും. ഇത് സംബന്ധിച്ച മാനവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ചൊവ്വാഴ്ച രാത്രി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൗദി മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. എന്നാൽ ഈ ആനുകൂല്യം ഹൗസ് ഡ്രൈവർ, ഗാർഹിക തൊഴിലാളികൾക്ക് ബാധകമാകുന്നതല്ല. അവർക്ക് ലെവിയില്ല. അതുകൊണ്ട് തന്നെ ഇഖാമ പുതുക്കുന്നതിന് 1 വർഷത്തേക്ക് 650 റിയാൽ മാത്രമേ ചിലവ് വരികയുള്ളൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.